ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ നമ്മുടെ മൂകാംബിക യാത്രയുടെ 4ാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കുടജാത്രിയിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് ഒന്ന് പോയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ. ഇവിടെ എല്ലായിടവും നല്ല തിരക്കാണ് കേട്ടോ. രാവിലെ ഒരു 6 മണിയാകുമ്പോഴാണ് ഇവിടെയൊക്കെ ഫുഡൊക്കെ റെഡി ആകുന്നത്. നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ മൂന്നാമത്തെ ദിവസമാണ് അല്ലേ, മൂന്നാമത്തെ ദിവസമാണ്. നമ്മളിതാ രാവിലെ അമ്പലത്തിൽ പോയി നിർമ്മാലിയൊക്കെ തൊഴുതു. അതിനുശേഷം ഇതാ ഇപ്പോൾ വീണ്ടും റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ കുടജാത്രിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒരു ബാഗ് പ്രിപ്പറേഷൻ ഉണ്ട് കേട്ടോ. ജസ്റ്റ് അതായത് നമ്മളിതാ ഇന്നലെ ഒരു ചെറിയൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ചെറിയൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഹാൻഡ് ബാഗ്, പിന്നെ 2 ബോട്ടിൽ വെള്ളം, അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കായിട്ട് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചുമക്കണം. പിന്നെ മോക്കുള്ള ഒരു സ്നാക്കി കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് പിള്ളേരെ ഇരിപ്പുണ്ട്. ആയിട്ടുണ്ട് എന്താ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ കുടജാത്രി പോകുന്നത്. ഇനി ജീപ്പിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം പോയിട്ട് പറയാമേ. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടെ, പറ്റുന്നത് മാക്സിമം എടുക്കാം. കാരണം പിള്ളേരെയൊക്കെ കൊണ്ട് പിടിക്കാനും പറക്കാനും ഒക്കെ പാടാണ്. അപ്പോൾ പറ്റുന്നത് പോലെ എടുക്കും. ഓക്കെ. അപ്പം നമ്മളിതാ ജീപ്പിലൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം തന്നെ ജീപ്പിൽ യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. അത് ഓൺ റോഡ്, പിന്നെ ഓഫ് റോഡ് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഓഫ് റോഡും ഉണ്ട് കേട്ടോ. നല്ലൊരു യാത്രയാണ് കേട്ടോ. നമുക്ക് ഓൺ റോഡ് വലിയ പ്രശ്നമില്ല, എന്നാൽ ഓഫ് റോഡ് അത്യാവശ്യം ഒന്ന് പേടിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. കാരണം വണ്ടിയൊക്കെ ഒരു ടയറിലൊക്കെയാണ് ഓടുന്നത്. അതുമല്ല അവർ തന്നെ കുട്ടികളെയൊക്കെ നടുക്കാക്കിയിട്ട് രക്ഷകർത്താക്കൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക് സൈഡിലോട്ട് ഇരിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജീപ്പിൽ മാത്രമാണ് ഇവിടെ സർവീസ് ഉള്ളത്. ഇവിടെ നമുക്ക് ജീപ്പിൽ ഒരാൾക്ക് 570 രൂപ എന്ന കണക്കിലാണ് കേട്ടോ ആവുന്നത്. അതായത് 500 രൂപ ജീപ്പിന്റെ റേറ്റും 70 രൂപ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ അടയ്ക്കേണ്ട തുകയുമാണ് കേട്ടോ. ചെക്ക് പോസ്റ്റ് കയറുന്നതിന് മുൻപായിട്ട് അവർ നമ്മളെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഓഫ് റോഡിലോട്ട് കയറി വിടുന്നത് കേട്ടോ. ഓഫ് റോഡ് കയറി വരുന്നത് സത്യം പറഞ്ഞാൽ ഒരു സുഖമുള്ള യാത്രയാണ് കേട്ടോ. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ആ ഓഫ് റോഡൊക്കെ കയറി വന്നതിന് ശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ഈ എന്താണ് മലയിലോട്ട് കയറാനായിട്ടുണ്ട് കേട്ടോ. കുടജാത്രി മലയിലോട്ട് കയറാനായിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ എന്തല്ലോ ഒരു സൈഡ് നല്ല താഴ്ചയുള്ള കൊക്കയും, പിന്നെ ഒരു സൈഡ് കാട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. അത് നല്ല അടിപൊളി ഒരു യാത്രയാണ് കേട്ടോ. കണ്ടല്ലോ, ഇത് ആ റോഡ് നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ ഉള്ളൊരു ആദ്യത്തെ വ്യൂ ഒക്കെയാണ് കേട്ടോ. നല്ല കുണ്ടും കുഴിയും, നമ്മൾ ഈ പണ്ടത്തെ ശബരിമലയിലെ കാര്യങ്ങളൊക്കെ പറയാറില്ലേ, കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് യാത്ര എന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ. കണ്ടല്ലോ, ഇത് രാവിലത്തെ അവിടുത്തെ ഒരു ദൃശ്യമാണ് കേട്ടോ. എന്ത് മനോഹരാണെന്ന് നോക്കിക്കേ. ഇതേപോലെയാണ് കേട്ടോ. കണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. മൂടൽ മഞ്ഞാണ് കേട്ടോ. മഞ്ഞ് മൂടി കിടക്കുകയാണ്. കുറേ ദൂരം നമ്മൾ പോയി വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഫ്രണ്ടിലോട്ടുള്ളതൊന്നും അധികം കാണാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം മഞ്ഞ് കൊണ്ട് ഇങ്ങനെ മൂടി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി യാത്രയാണ്. സത്യം പറഞ്ഞാൽ നല്ല പ്രായമുള്ളവരൊക്കെ കണ്ടല്ലോ ഓരോരുത്തരായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ആദ്യമൊക്കെ ഒരു പ്രയാസം തോന്നുമെങ്കിലും നമുക്ക് ആ ഏറ്റവും ടോപ്പിൽ എത്തണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അത് തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഈ യാത്രകളൊന്നും കഠിനമായിട്ടോ പ്രയാസമായിട്ടോ ഒന്നും നമുക്ക് തോന്നില്ല കേട്ടോ. നമ്മൾ നല്ലോണം തന്നെ എൻജോയ് ചെയ്ത് കയറി നമുക്കങ്ങ് പോയി. നമ്മളിത് അവിടെ ടോപ്പിലെത്തി. അവിടെ ചെന്ന് കുറച്ച് സമയം ഒന്ന് ക്വയറ്റായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. കുടജാത്രി യാത്ര എന്ന് പറയുന്നത് ഒരു അടിപൊളി യാത്രയാണ്. എത്ര ആരോഗ്യം ഇല്ലാത്തവർക്കും ആരോഗ്യമുള്ളവർക്കും ഒക്കെ കയറി പോകാൻ നിസ്സാരമായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു സുഖമുള്ള യാത്രയാണ്. നമ്മൾക്ക് അവർ ഒരു 1.5 മണിക്കൂറുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ അവർ ജീപ്പിൽ താഴെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതലായാൽ എക്സ്ട്രാ ചാർജ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഒരു അരമണിക്കൂർ എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നു. അതിന് അവരൊരു 100 രൂപ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ലൊരു അടിപൊളി യാത്രയാണ്. അപ്പം എല്ലാവരും